There's no school in the world that does not teach maths and science. മാത്തമാറ്റിക്സും സയൻസും പഠിപ്പിക്കാത്ത ഒരു സ്കൂളുകളും ലോകത്തിലില്ല. There must be no Christian family that does not teach their children scripture. ദൈവവചനം പഠിപ്പിക്കാത്ത ഒരു ക്രിസ്തീയ കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കാത്ത ഒരു ക്രിസ്തീയ കുടുംബം ഉണ്ടാകാൻ പാടില്ല. I would say a school that does not teach maths and science, whatever else it may teach in school, it's a useless school. മാത്തമാറ്റിക്സും സയൻസും പഠിപ്പിക്കാത്ത സ്കൂൾ ബാക്കി എന്തൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളായിരുന്നാലും അതൊരു പ്രയോജനമില്ലാത്ത സ്കൂൾ തന്നെയാണ്. I will not send my child to a school and neither will you. അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ല. നിങ്ങളിൽ ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. And what about parents who never teach their children scripture? അങ്ങനെയെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ വേദപുസ്തകം ദൈവവചനം അഭ്യസിപ്പിക്കാത്ത മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? And it's the father's responsibility. അത് ആ കുടുംബത്തിന്റെ നാഥനായ പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. It says, fathers, bring up your children in the instruction of the Lord. ഇവിടെ ദൈവവചനം പറയുന്നത് പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ അഭ്യസിപ്പിച്ചു കൊണ്ടുവരുവാൻ. Don't just take them to church meetings. അവരെ സഭായോഗത്തിന് കൊണ്ടുപോകുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. Teach them at home. അവരെ ഭവനത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച്. Get them a picture Bible when they're very small so that they can read that. അവർ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചിത്രങ്ങളൊക്കെ ഉള്ള വിധത്തിലുള്ള വേദപുസ്തകം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. And as soon as they start reading, encourage them to read those picture Bibles and get to know the scripture. അവർക്ക് വായിക്കാനുള്ള കഴിവാകുമ്പോൾ മുതലേ അവരെ ആ പടങ്ങൾ കൂടി കാണിച്ചിട്ട് ആ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. So that in their generation they can grow up to be witnesses for Christ instead of just meeting attenders. അവര് അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ തലമുറയിൽ അവർക്ക് കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷികളായിട്ട് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ചുമ്മാ വെറുതെ മീറ്റിങ്ങുകൾ മാത്രം അറ്റൻഡ് ചെയ്യുന്നവരായി തീരും. I never wanted my children to be meeting attenders when they grow up. അവര് വലുതാകുമ്പോൾ ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രമായിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. I wanted them to be fiery witnesses for Christ. അതെ, കർത്താവിന് വേണ്ടി അഗ്നി ജ്വലിക്കുന്ന സാക്ഷികളായിട്ട് അവരുടെ തലമുറയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Because when I see them in heaven, I don't want them to get there as useless members who did nothing for the Lord. അതെ, കാരണം അവരുമായിട്ട് ഞാൻ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തവരായിട്ട് അവിടെ നിൽക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But a lot of Christian parents, their children are going to be like that. അനേക ക്രിസ്തീയ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങള് അങ്ങനെ ആയി തീരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. Because the parents themselves are like that. കാര്യം ആ മാതാപിതാക്കളും അങ്ങനെയുള്ളവരാണ്. They are so zealous to make money and so many things on the earth, but so half-hearted when it comes to spiritual things. അവര് ലോകത്തില് പണം സമ്പാദിക്കുന്നതിലും മറ്റു പല കാര്യങ്ങൾക്കും ഭയങ്കര തീവ്രതയുള്ളവരാണ്. എന്നാൽ ദൈവവചനം പഠിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരു ശ്രദ്ധയുമില്ല. They are idol worshippers. അവര് വിഗ്രഹാരാധികളാണ്. They worship their job, their money. They don't worship the living God. അവര് അവരുടെ ജോലിയെയും അവരുടെ പണത്തെയുമാണ് അവർ ആരാധിക്കുന്നത്. അവര് ജീവനുള്ള ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. They want to do something for the Lord. എന്നാൽ അവർക്ക് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. If you're like that, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ I want to say you're a follower of Cain, not of Abel. നിങ്ങൾ അങ്ങനെയെങ്കിൽ ഹാബേലിന്റെ അല്ല കായന്റെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. Anybody who hears me hears very strong statements and I stand by that statement. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് ഒരു ശക്തമായ ഒരു ആലോചനയായിട്ട്